ഹായ് എവരിവൺ. എയ്ബ്സ് ഫസ്റ്റ് സ്പീച്ച് എന്ന അനക്ഡോട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ സെഷൻ വീഡിയോയിൽ ഈ അനക്ഡോട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചെറുതായിട്ട് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. ഈ സെഷൻ വീഡിയോയിൽ നമുക്ക് ഈ അനക്ഡോട്ട് ഒന്ന് വായിച്ച് അതിനകത്ത് നിങ്ങൾക്ക് പരിചയമില്ലാത്ത പുതിയ വേർഡ്സൊക്കെ പരിചയപ്പെട്ടുകൊണ്ട് നെക്സ്റ്റ് പോർഷൻ നമുക്ക് നോക്കാം. ആദ്യം ഞാനിതൊന്ന് വായിക്കാം, അതിനുശേഷം എക്സ്പ്ലെയിൻ ചെയ്തു തരാം. First portion, Abraham Lincoln is one of the greatest of American statesmen. He is known for his celebrated speeches. Here is the story of his first speech as a little boy. ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ, എബ്രഹാം ലിങ്കൺ ഈസ് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ഓഫ് അമേരിക്കൻ സ്റ്റേറ്റ്സ്മാൻ. അമേരിക്കയിലെ ഒരു അറിയപ്പെട്ട വ്യക്തിയായിരുന്നു നമ്മുടെ എബ്രഹാം ലിങ്കൺ. എബ്രഹാം ലിങ്കണെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കഴിഞ്ഞ സെഷൻ വീഡിയോയിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് കേൾക്കാത്തവരാണെങ്കിൽ അതൊന്ന് കേൾക്കുക, അതിനുശേഷം ഈ പോർഷൻ ഡിസ്കസ് ചെയ്യാം. ദെൻ ഹീ ഈസ് നോൺ ഫോർ ഹിസ് സെലിബ്രേറ്റഡ് സ്പീച്ചസ്. അദ്ദേഹത്തിൻ്റെ സ്പീച്ച് കൊണ്ടായിരുന്നു ലോകം മുഴുവൻ അറിയപ്പെട്ടിരുന്നത്. ഹിയർ ഈസ് ദ സ്റ്റോറി ഓഫ് ഹിസ് ഫസ്റ്റ് സ്പീച്ച് ആസ് എ ലിറ്റിൽ ബോയ്. ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് അദ്ദേഹത്തിൻ്റെ ആ ചെറുപ്പകാലത്തിലെ ആദ്യത്തെ സ്പീച്ചിനെ കുറിച്ചാണ്. എയ്ബ്സ് ഫസ്റ്റ് സ്പീച്ച്. ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഒരു വേദിയിൽ കയറി സ്പീച്ച് പ്രസൻറ്റ് ചെയ്ത അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് എയ്ബ്സ് ഫസ്റ്റ് സ്പീച്ച് എന്ന അനക്ഡോട്ടിൽ നമുക്കിവിടെ പഠിക്കാനുള്ളത്. മൂവിങ് ഓൺ ടു ദ ഫസ്റ്റ് പാരഗ്രാഫ്. ആ പാരഗ്രാഫ് ഞാൻ വായിച്ച ശേഷം എക്സ്പ്ലെയിൻ ചെയ്തു തരും. എയ്ബ് മെയ്ഡ് ഹിസ് ഫസ്റ്റ് സ്പീച്ച് വെൻ ഹി വാസ് എ ബോയ്. അദ്ദേഹം ചെറുതായിരിക്കുന്ന സമയത്ത്, ബോയ് ആയിരിക്കുന്ന സമയത്താണ് ആദ്യത്തെ സ്പീച്ച് പറയുന്നത്. Abe made his first speech when he was a boy, going barefoot, his trousers held up by one suspender. അദ്ദേഹം ആ ഒരു സമയത്ത് എങ്ങനെയാണ് കാണാനിരുന്നത് എന്നാണ് പറയുന്നത്. ഗോയിങ് barefoot, നഗ്നപാതനായിട്ടാണ് അദ്ദേഹം അങ്ങോട്ട് പോകുന്നത്. barefoot എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് നേക്കഡ് ഫൂട്ട് എന്നാണ്. ഓക്കെ, ഹിസ് ട്രൗസേഴ്സ് ഹെൽഡ് അപ്പ് ബൈ വൺ സസ്പെൻഡർ. ഒരു സസ്പെൻഡർ വെച്ച് അദ്ദേഹത്തിൻ്റെ ട്രൗസർ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഹെൽഡ് എന്ന് പറഞ്ഞാൽ ഹോൾഡിൻ്റെ വെർബ് ഫോമാണ്. ഹിസ് ട്രൗസേഴ്സ് ഹെൽഡ് അപ്പ് ബൈ വൺ സസ്പെൻഡർ. നമ്മുടെ കുഞ്ഞ് ഏബിൻ്റെ ട്രൗസർ ഒരു സസ്പെൻഡർ വെച്ച് ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് നിങ്ങൾ വള്ളി ട്രൗസറൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ, എങ്ങനെയാ രണ്ട് വള്ളി വെച്ച് നമ്മുടെ തോളിലേക്ക് കൂടി അത് ഇട്ടിട്ട് ആ ട്രൗസറിനെ താങ്ങി നിർത്തും അല്ലേ. അങ്ങനെയൊക്കെയുള്ള ട്രൗസർ ആരാ സാധാരണ ധരിക്കാറുള്ളത്? വളരെ പാവപ്പെട്ട, ഷർട്ടൊന്നും ഇടാനില്ലാത്തവരാകുമ്പോൾ ആ ട്രൗസർ മാത്രം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. അങ്ങനെയുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് നമ്മുടെ കുട്ടി എയ്ബ് ആ ഒരു പൊസിഷനിലേക്ക് വരുന്നത് എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ആൻഡ് ഹിസ് ഷോക്ക് ഓഫ് ഹെയർ സ്റ്റിക്കിംഗ് ത്രൂ എ ഹോൾ ഇൻ ദ ക്രൗൺ ഓഫ് ഹിസ് ചീപ്പ് സ്ട്രോ ഹാറ്റ്. അദ്ദേഹത്തിൻ്റെ തലയിൽ, നമ്മുടെ കുഞ്ഞ് എയ്ബിൻ്റെ തലയിൽ ഒരു സ്ട്രോ ഹാറ്റ് ഉണ്ട്. സ്ട്രോ ഹാറ്റ് എന്ന് പറഞ്ഞാൽ പുൽത്തൊപ്പി, പുല്ലിനെ കൊണ്ടുണ്ടാക്കിയ ഒരു തൊപ്പീനെയാണ് നമ്മൾ സ്ട്രോ ഹാറ്റ് എന്ന് പറയാം. ഈ സ്ട്രോ ഹാറ്റിൻ്റെ മുകൾ ഭാഗത്തെ നമ്മൾ ക്രൗൺ എന്ന് പറയും. ക്രൗൺ ഓഫ് ഹാറ്റ് മീൻസ് ടോപ്പ് ഓഫ് ഹാറ്റ്. ആ ടോപ്പിൽ 1-2 ഹോളൊക്കെ വീണിട്ടുണ്ട്. അതിനർത്ഥം എന്താ? അത് വളരെ പഴകിയതാണ്. 1-2 ഹോളൊക്കെ വീണിട്ടുണ്ട്. എ ഷോക്ക് ഓഫ് ഹെയർ സ്റ്റിക്കിംഗ് ത്രൂ എ ഹോൾ ഇൻ ദ ക്രൗൺ ഓഫ് ഹിസ് ചീപ്പ് സ്ട്രോ ഹാറ്റ് എന്നാണ് പറയുന്നത്. അതിൻ്റെ മീനിങ് എന്താ? സ്റ്റിക്കിംഗ് ത്രൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് പെനിട്രേറ്റ് ത്രൂ. ഷോക്ക് ഓഫ് ഹെയർ എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് ഹെയർ. അപ്പോൾ ഒരു കൂട്ടം മുടി ആ ഹോളിലേക്ക് കൂടി ഇങ്ങനെ പുറത്തേക്ക് തള്ളി നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കോലം കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും അവൻ വളരെ പുവറായ ഒരു ഫാമിലിയിൽ നിന്നാണ് വരുന്നത്. തലയിലൊരു തൊപ്പിയുണ്ട്, എന്നാലും കാര്യമൊന്നുമില്ല, തൊപ്പിക്ക് കുറേ തോട്ടയുണ്ട്. ആ തോട്ടയിലേക്ക് കൂടിയൊക്കെ അവൻ്റെ മുടിയൊക്കെ പുറത്തേക്ക് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ നിന്നാണ് എബ്രഹാം ലിങ്കൺ ആ ഒരു സ്പീച്ചിൻ്റെ ഇടയിലേക്ക് വരുന്നത്. നെക്സ്റ്റ്, എയ്ബിൻ്റെ കൂടെ ആരൊക്കെയായിരുന്നു ഉണ്ടായിരുന്നതെന്നാണ് പറയുന്നത്. എയ്ബ് ഇൻ കമ്പനി വിത്ത് ഹിസ് റെയിൽ സ്പ്ലിറ്റിംഗ് കമ്പാനിയൻ ഡെന്നിസ് ഹാങ്സ്. അവൻ്റെ റെയിൽ സ്പ്ലിറ്റിംഗ് കമ്പാനിയനായ ഡെന്നിസ് ഹാങ്സിൻ്റെ കൂടെയാണ് അവൻ അവിടത്തേക്ക് വരുന്നത്. അപ്പോൾ എന്താണ് റെയിൽ സ്പ്ലിറ്റിംഗ് കമ്പാനിയൻ എന്നുള്ളത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. സാധാരണ ഈ റെയിൽവേ സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെയോ കുഞ്ഞു കുഞ്ഞു പണികൾ നടത്തുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മുടെ എയ്ബും ഡെന്നിസും ആ ഒരു വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരാണ്. സോ അവരെ രണ്ടാളെയും നമ്മൾ റെയിൽ സ്പ്ലിറ്റിംഗ് കമ്പാനിയൻ എന്ന് വിളിക്കും. അപ്പോൾ
അവൻ്റെ റെയിൽ സ്പ്ലിറ്റിംഗ് കമ്പാനിയൻ ആയിട്ടുള്ള ഡെന്നിസ് ഹാങ്സിൻ്റെ കൂടെയാണ് അവൻ ഇങ്ങോട്ട് വരുന്നത്. ഡെന്നിസ് ഹാങ്സിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താ? എയ്ബിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടും കൂടിയാണ്, അതുപോലെ അവൻ്റെ കസിനുമാണ്. ഓക്കെ, അറ്റൻഡഡ് എ പൊളിറ്റിക്കൽ മീറ്റിംഗ് വിച്ച് വാസ് അഡ്രസ്ഡ് ബൈ എ ടിപ്പിക്കൽ സ്റ്റംപ് സ്പീക്കർ. അവർ രണ്ടാളും കൂടിയാണ് ഒരു പൊളിറ്റിക്കൽ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നത്. അവിടെ ആരാണ് പൊളിറ്റിക്കൽ മീറ്റിംഗ് അഡ്രസ്സ് ചെയ്യുന്നത്? വിച്ച് വാസ് അഡ്രസ്ഡ് ബൈ എ ടിപ്പിക്കൽ സ്റ്റംപ് സ്പീക്കർ. സ്റ്റംപ് സ്പീക്കർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണെന്നറിയോ? സ്റ്റംപ് എന്ന് വെച്ചാൽ നമ്മളേക്ക് മരമൊക്കെ വെട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ അടിവശത്തുള്ള പോർഷൻ കുറച്ച് പരന്ന് നല്ല ഒരു ഹൈറ്റൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനെയുള്ള ആ ഒരു പോർഷൻ നമ്മൾ സ്റ്റംപ് എന്ന് പറയും, ട്രീ സ്റ്റംപ്. ആ ട്രീ സ്റ്റംപ് എടുത്തിട്ട് അതിൻ്റെ മേലേക്ക് വെച്ചിട്ടാണ് പണ്ട് കാലത്ത് അമേരിക്കയിലൊക്കെ പൊളിറ്റിക്കൽ മീറ്റിംഗ് അല്ലെങ്കിൽ റോഡ് സൈഡിലൊക്കെ വെക്കുന്ന ചെറിയ ചെറിയ മീറ്റിംഗ് ഉണ്ടാവുമല്ലോ, ആ മീറ്റിങ്ങിനൊക്കെ സ്റ്റേജ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ മുകളിൽ കയറിയിട്ട് സ്പീച്ച് പ്രസൻറ്റ് ചെയ്യുന്ന ആൾ നമ്മൾ എന്ത് വിളിക്കും? സ്റ്റംപ് സ്പീക്കർ എന്ന് വിളിക്കും. അപ്പോൾ ഈ പൊളിറ്റിക്കൽ മീറ്റിങ്ങും അഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആരാണ്? ഒരു ടിപ്പിക്കൽ സ്റ്റംപ് സ്പീക്കറാണ്. വിച്ച് വാസ് അഡ്രസ്ഡ് ബൈ എ ടിപ്പിക്കൽ സ്റ്റംപ് സ്പീക്കർ. ഇനി ആ സ്റ്റംപ് സ്പീക്കർ ആരായിരുന്നു എന്നാണ് പറയുന്നത്? വൺ ഓഫ് ദോസ് ലൗഡ് വോയിസ്ഡ് ഫെലോസ്. കൂട്ടത്തിൽ ഏറ്റവും നല്ല ശബ്ദമുള്ള ആളാണ് അവിടെ ആ സ്പീച്ച് പ്രസൻറ്റ് ചെയ്യുന്നത്. ഹു ഷൗട്ടഡ് അറ്റ് ദ ടോപ്പ് ഓഫ് ഹിസ് വോയിസ് ആൻഡ് വേവ്ഡ് ഹിസ് ആംസ് വൈഡ്ലി. അദ്ദേഹത്തിൻ്റെ കൈയൊക്കെ ഇങ്ങനെ ഇട്ട് വീശിക്കൊണ്ട് എന്തൊക്കെയോ വിളിച്ച് കൂവുകയാണ്. അതിനകത്തുനിന്ന് തന്നെ ആ സെൻറ്റൻസ് തന്നെ നമുക്ക് മനസ്സിലാവും അത് അത്ര കാര്യമായിട്ട് നമ്മുടെ എയ്ബിനും ഡെന്നിസിനും ഇഷ്ടപ്പെട്ടിട്ടില്ല. നെക്സ്റ്റ് അതാണ് പറയുന്നത്. നമ്മുടെ എയ്ബിനും ഡെന്നിസിനും ആ സ്പീച്ച് എത്രക്ക് ഇഷ്ടമായില്ല എന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇനി നെക്സ്റ്റ് എന്തായിരിക്കാം സംഭവിച്ചിരിക്കുന്നത് നോക്കുക. അറ്റ് ദ കൺക്ലൂഷൻ ഓഫ് ദ സ്പീച്ച് വിച്ച് ഡിഡ് നോട്ട് മീറ്റ് ദ വ്യൂസ് എയ്തർ ഓഫ് എയ്ബ് ഓർ ഡെന്നിസ്. അറ്റ് ദ കൺക്ലൂഷൻ ഓഫ് ദ സ്പീച്ച്. കൺക്ലൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ മീനിങ്? കൺക്ലൂഷൻ മീൻസ് എൻഡ്. അപ്പോൾ കൺക്ലൂഷൻ ഓഫ് ദ സ്പീച്ച് മീൻസ് അറ്റ് ദ എൻഡ് ഓഫ് ദ സ്പീച്ച്. സ്പീച്ചിൻ്റെ അവസാനം ആകുമ്പോഴത്തേനും വിച്ച് ഡിഡ് നോട്ട് മീറ്റ് ദ വ്യൂസ് എയ്തർ ഓഫ് എയ്ബ് ഓർ ഡെന്നിസ്. ഡിഡ് നോട്ട് മീറ്റ് എന്നുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് മാച്ച് വിത്ത് ഓർ അഗ്രി വിത്ത് എന്നൊക്കെയാണ്. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? വിച്ച് ഡിഡ് നോട്ട് മീറ്റ് എന്നാണ്. മീൻസ് വിച്ച് ഡിഡ് നോട്ട് അഗ്രി വിത്ത് ദ വ്യൂസ് എയ്തർ ഓഫ് എയ്ബ് ഓർ ഡെന്നിസ്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ എയ്ബിൻ്റെയോ ഡെന്നിസിൻ്റെയോ കാഴ്ചപ്പാടുകളുമായിട്ട് യോജിച്ചു പോകുന്നതല്ല. അതുകൊണ്ട് തന്നെ എന്താണ് സംഭവിച്ചത്? ദ ലാറ്റർ ഡിക്ലെയർഡ് ദാറ്റ് എയ്ബ് കുഡ് മേക്ക് എ ബെറ്റർ സ്പീച്ച് ദാൻ ദാറ്റ്. അതിനുശേഷം ആരോ ഡിക്ലെയർഡ് ചെയ്തു. എന്താ ഡിക്ലെയർ ചെയ്യാന്ന് വെച്ചാൽ? അനൗൺസ് ചെയ്തു. ഡിക്ലെയർഡ് ദാറ്റ് എയ്ബ് കുഡ് മേക്ക് എ ബെറ്റർ സ്പീച്ച് ദാൻ ദാറ്റ്. നമ്മുടെ എയ്ബിന് ഇതിനേക്കാൾ നന്നായിട്ടൊരു സ്പീച്ച് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ആര് പറഞ്ഞു? നമ്മൾ ഡെന്നിസ് പറഞ്ഞു. ഡെന്നിസ് അങ്ങനെ പറഞ്ഞു എന്ന് മാത്രമല്ല, വേർ അപ്പോൺ ഇമ്മീഡിയറ്റ്ലി എന്ത് സംഭവിച്ചു? ഹി ഗോട്ട് എ ഡ്രൈ ഗുഡ്സ് ബോക്സ് ആൻഡ് കോൾഡ് ഓൺ എയ്ബ് ടു റിപ്ലൈ ഓൺ ദ ക്യാമ്പയിൻ ഒറേറ്റർ. ഡെന്നിസ് അങ്ങനെ ഒരു കാര്യം പറഞ്ഞ ഉടനെ തന്നെ വേർ അപ്പോൺ ഒരു വേർഡ് കണ്ടോ നിങ്ങൾ? വേർ അപ്പോൺ മീൻസ് ഇമ്മീഡിയറ്റ്ലി എന്നാണ്. അതായത് അതേ സമയം തന്നെ എന്തും കൂടി സംഭവിച്ചിട്ടുണ്ട്. ഹി ഗോട്ട് എ ഡ്രൈ ഗുഡ്സ് ബോക്സ് ആൻഡ് കോൾഡ് ഓൺ എയ്ബ് ടു റിപ്ലൈ ടു ദ ക്യാമ്പയിൻ ഒറേറ്റർ. അവനൊരു ഡ്രൈ ഗുഡ്സ് ബോക്സ് എടുത്ത് അങ്ങോട്ട് നീക്കി വെച്ച് എയ്ബിനെ അങ്ങോട്ട് വിളിച്ചു ഈ ക്യാമ്പയിൻ ഒറേറ്ററിന് ഒരു റിപ്ലൈ കൊടുക്കാൻ വേണ്ടിയിട്ട്, അവൻ്റേതായ സ്പീച്ച് പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എയ്ബിൻ്റെ കഴിവുകളെ എയ്ബിനേക്കാളും അറിയുന്നത് ഡെന്നിസിനാണ്. അതുകൊണ്ട് ഡെന്നിസ് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ തന്നെ എയ്ബ് ഓടി അങ്ങോട്ട് പോവുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കുക. ലിറ്റിൽ എയ്ബ് ത്രോ ഹിസ് ഓൾഡ് സ്ട്രോ ഹാറ്റ് ഓൺ ദ ഗ്രൗണ്ട് ആൻഡ് മൗണ്ടിങ് ദ ഡ്രൈ ഗുഡ്സ് ബോക്സ്. ലിറ്റിൽ എയ്ബ് എന്താണ് ചെയ്തത്? ലിറ്റിൽ എയ്ബ് ത്രോ ഹിസ് ഓൾഡ് സ്ട്രോ ഹാറ്റ് ഓൺ ദ ഗ്രൗണ്ട്. അവൻ്റെ തലയിലൊരു പഴയ പുൽത്തൊപ്പി ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞില്ലേ, അത് അവനെടുത്ത് താഴേക്ക് എറിഞ്ഞു. എന്തിനായിരിക്കും താഴേക്ക് എറിഞ്ഞത്? എനിക്കിനി തൊപ്പിയൊന്നും വേണ്ട, എനിക്ക് പ്രസംഗിക്കാനൊരു അവസരം കിട്ടി എന്നുള്ള ആ ഒരു വിചാരത്താലായിരിക്കുമോ? അല്ല. സാധാരണഗതിയിൽ നമ്മളൊരു സ്പീച്ചൊക്കെ പ്രസൻറ്റ് ചെയ്യുമ്പോൾ ആ വേദിയിലിരിക്കുന്ന ആൾക്കാരുമായിട്ട് നമ്മളുടെ കണ്ണുകൾക്ക് കോണ്ടാക്റ്റ് ഉണ്ടാവണം. നേരെ മറിച്ച് നമ്മളൊരു തൊപ്പിയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ആ തൊപ്പിയുടെ മറവിൽ നമ്മുടെ കണ്ണ് അവർക്ക് ശരിയായിട്ട് കാണാൻ പറ്റില്ല. അപ്പോൾ നന്നായിട്ട് സ്പീച്ച് പ്രസൻറ്റ് ചെയ്യണം എന്നുള്ള ഒരു ആർജവത്തോടു കൂടിയാണ് അവൻ ആ ഹാറ്റൊക്കെ താഴേക്ക് വലിച്ചെറിഞ്ഞിട്ട് ഓടുന്നത്.
Little Abe threw his old straw hat on the ground and mounting the dry goods box. അവൻ ആ ഗുഡ്സ് ബോക്സിൻ്റെ മുകളിലേക്ക് കയറുകയും ചെയ്തു. Delivered a speech which held the attention of the crowd. അതിനുശേഷം അവൻ നല്ലൊരു സ്പീച്ച് പ്രസൻറ്റ് ചെയ്തു. Delivered a speech. Deliver means പ്രസൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ കാഴ്ച വയ്ക്കുക എന്നൊക്കെയാണ്. Delivered a speech which held the attention of the crowd. അവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും അറ്റൻഷൻ, ശ്രദ്ധ പിടിച്ചു പറ്റുന്ന വിധത്തിൽ അവൻ നല്ലൊരു സ്പീച്ച് അവിടെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല അവന് അവരുടെ ഭാഗത്തു നിന്നും എത്രത്തോളം അപ്രീസിയേഷൻ കൊടുക്കാൻ പറ്റുമോ അതൊക്കെ കിട്ടിയിട്ടുമുണ്ട്. നെക്സ്റ്റ് അതാണ് പറയുന്നത്, ആൻഡ് വോൺ ഹിം കൺസിഡറബിൾ അപ്ലോസ്. കൺസിഡറബിൾ അപ്ലോസ് മീൻസ് അവന് അർഹമായ ബഹുമതി ലഭിച്ചു. അതാണ് സെൻറ്റൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വേർഡ് മീനിങ് ആയിട്ട് നമ്മൾ നോക്കണമെന്നില്ല. Even the campaign orator admitted that it was a fine speech and answered every point in his own oration. Even the campaign orator, a campaign orator പോലും admitted that it was a fine speech. A campaign orator പോലും അവൻ്റെ സ്പീച്ച് അത്രയും നല്ലതായിരുന്നു എന്ന് സമ്മതിച്ചു. And answered every point in his own oration. ആ ക്യാമ്പയിൻ ഒറേറ്റർ ആദ്യം പ്രസംഗിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ലിറ്റിൽ ഏബിനും ഡെന്നിസിനും മനസ്സിലാവാതെ ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തില്ല. കാരണം കുട്ടികളായതുകൊണ്ട് അവർക്കിതൊന്നും അറിയേണ്ട ആവശ്യമില്ലല്ലോ എന്നുള്ള കാഴ്ചപ്പാടായിരിക്കണം. പക്ഷേ ഏബിൻ്റെ ആ ഒരു സ്പീച്ച് കേട്ട ശേഷം അദ്ദേഹത്തിന് മനസ്സിലായി ഏബ് ഈ ഒരു നിലയിൽ നിൽക്കേണ്ട ആളല്ല, അവനിത് പറഞ്ഞു കൊടുത്താൽ അതിൽ കുഴപ്പമൊന്നുമില്ല എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ സ്പീച്ചിൽ അദ്ദേഹത്തിന് എന്തൊക്കെ ഡൗട്ട്സ് ഉണ്ടായിനോ അതൊക്കെ നമ്മുടെ ഏബിന് അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. ആൻഡ് ആൻസേർഡ് എവ്രി പോയിന്റ് ഇൻ ഹിസ് ഓൺ ഒറേഷൻ. ഇതായിരുന്നു ആ ഒരു സിറ്റുവേഷനിൽ നടന്നത്. പക്ഷെ നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കുക. ഡെന്നിസ് ഹാങ്സ് ഹു തോട്ട് ഏബ് വാസ് എ ഗ്രേറ്റസ്റ്റ് മാൻ ഹു എവർ ലിവ്ഡ്. അവൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല പേഴ്സണാലിറ്റിയാണ് അല്ലെങ്കിൽ ഗ്രേറ്റ് പേഴ്സൺ ആണ് നമ്മുടെ ഏബ് എന്ന് ഡെന്നിസ് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കാൻ തുടങ്ങി. കൂടെ തന്നെ അവനൊരു സംശയം കൂടിയുണ്ട്. ആൻഡ് ഹി ഓഫൺ സ്പോക്ക് ഓഫ് ഹൗ യങ് ഏബ് ഗോട്ട് ദ ബെറ്റർ സ്പീച്ച് ഓഫ് ദ ട്രെയിൻഡ് ക്യാമ്പയിൻ സ്പീക്കർ. ഡെന്നിസ് കൂടെ തന്നെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആലോചിച്ചുകൊണ്ടിരിക്കും, എന്നാലും നമ്മുടെ ഏബിന് എങ്ങനെയാണ് ഇത്രയും നല്ലൊരു സ്പീച്ച് പ്രസൻറ്റ് ചെയ്യാൻ പറ്റിയത്, അതും ഒരു ട്രെയിൻഡ് ക്യാമ്പയിൻ സ്പീക്കറിനെ പോലെ. ക്യാമ്പയിൻ സ്പീക്കർ മീൻസ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏതെങ്കിലും ഒരു സംഘടനക്കൊക്കെ വേണ്ടിയിട്ട് അത്രയും നന്നായിട്ട് സ്പീച്ച് പ്രസൻറ്റ് ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ ക്യാമ്പയിൻ സ്പീക്കർ എന്നൊക്കെ പറയുക. അപ്പോൾ ഡെന്നീസിൻ്റെ സംശയം എന്തായിരുന്നു, ഏബിൻ്റെ സ്പീച്ച് കേട്ടപ്പോൾ ഇവൻ എങ്ങനെയാണ് ഒരു ട്രെയിൻഡ് ക്യാമ്പയിൻ സ്പീക്കറിനെ പോലെ ഇത്രയും നന്നായിട്ട് സ്പീച്ച് പ്രസൻറ്റ് ചെയ്തത്, അങ്ങനെ ഒരു സംശയം കൂടി നമ്മുടെ ഡെന്നീസിനിടയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഏബ്സ് ഫസ്റ്റ് സ്പീച്ച് എന്ന് പറഞ്ഞ അനക്ഡോട്ട്. ഹോപ്പ് യു വെൽ ക്ലിയർ ദിസ് അനക്ഡോട്ട്. ഈ അനക്ഡോട്ടിന് താഴെയായിട്ട് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റും. ആ ക്വസ്റ്റ്യൻസും കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് മെയ്ഡ് ലിറ്റിൽ ഏബ് സ്റ്റാൻഡ് ഓൺ ദ ഡ്രൈ ഗുഡ്സ് ബോക്സ് ആൻഡ് ഡെലിവർ ദ സ്പീച്ച്. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമ്മുടെ ഏബ് പെട്ടെന്ന് അവിടെ പോയി ആ ഒരു സ്പീച്ചൊക്കെ പ്രസൻറ്റ് ചെയ്യാൻ അവനെ സ്വാധീനിച്ച ഘടകം എന്തായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. വാട്ട് മെയ്ഡ് ലിറ്റിൽ ഏബ് സ്റ്റാൻഡ് ഓൺ ദ ഡ്രൈ ഗുഡ്സ് ബോക്സ് ആൻഡ് ഡെലിവർ ദ സ്പീച്ച്. അതിന് സിറ്റുവേഷൻ നിങ്ങൾക്കറിയാലോ. അപ്പോൾ അതൊരു പാരഗ്രാഫ് പോലെ നമുക്ക് എഴുതാൻ പറ്റില്ലേ? അപ്പോൾ അത് എഴുതിയിട്ട് പ്രസൻറ്റ് ചെയ്യുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഡു യു തിങ്ക് ഗുഡ് ഡ്രസ്, അപ്പിയറൻസ്, പൊസിഷൻ ഇൻ സൊസൈറ്റി എക്സെട്ര ആർ നീഡഡ് ടു പ്രസൻറ്റ് യുവർ സെൽഫ് ബിഫോർ ദ പബ്ലിക് ഫോർ എ സ്പീച്ച്? പബ്ലിക്കിന് മുന്നിൽ പോയി നിന്ന് ഒരു സ്പീച്ച് പ്രസൻറ്റ് ചെയ്യാൻ നമ്മുടെ ഡ്രസ്സോ അല്ലെങ്കിൽ നമ്മുടെ അപ്പിയറൻസോ സൊസൈറ്റിയിലുള്ള സ്ഥാനമോ ഒക്കെ നോക്കേണ്ട ആവശ്യമുണ്ടോ? ഒരു പക്ഷേ നമ്മൾ അങ്ങനെ നോക്കേണ്ട ആവശ്യമുണ്ട്. നമ്മൾ നല്ല ഡ്രസ്സ് ധരിച്ചിരിക്കണം, നമുക്ക് നല്ലൊരു അപ്പിയറൻസ് ഉണ്ടാവണം, സൊസൈറ്റിയിലൊരു സ്ഥാനം ഉണ്ടാവണം. ബട്ട് നമ്മുടെ ഏബിൻ്റെ കേസ് എടുത്ത് നോക്കുക. അവൻ എത്ര പുവർ ആയിട്ടുള്ളൊരു ഫാമിലിയിൽ നിന്നാണ് വരുന്നത്. അവൻ്റെ ഡ്രസ്സ് പോലും നമ്മൾ ഫസ്റ്റ് പാരഗ്രാഫിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് അവൻ നേക്കഡ് ഫുഡായിട്ടാണ് അവിടെ പോകുന്നത്, നഗ്നപാതനായിട്ടാണ്, ചെരുപ്പൊന്നും ഇല്ല, അത്രയും പാവപ്പെട്ടവനാണ്. അതേപോലെ ട്രൗസറൊക്കെ ഒരു സസ്പെൻഡർ വെച്ച് ഹെൽഡ് ചെയ്തിട്ടുണ്ട്. അവൻ്റെ തൊപ്പിയുടെ ഇടയിലേക്ക് കൂടി മുടിയൊക്കെ പുറത്ത് ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട്. അത്രയും അലസമായ ഡ്രസ്സ് ധരിച്ച് പോയ അവൻ അവിടെ പ്രസൻറ്റ് ചെയ്ത ആ സ്പീച്ചിൻ്റെ വാല്യൂ എത്രത്തോളമാണ് നമുക്കത് വായിച്ചപ്പോൾ മനസ്സിലായിട്ടുണ്ട് അല്ലേ? അപ്പോൾ സൊസൈറ്റിയിൽ അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിയിൽ ഇങ്ങനൊരു സ്പീച്ച് പ്രസൻറ്റ് ചെയ്യാൻ
ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണമെങ്കിലും ചില സമയത്ത് നമുക്കതിനെ ഓവർകം ചെയ്യാൻ പറ്റും. നമ്മുടെ ടാലൻറ്റ് നമ്മൾ എപ്പോഴാണോ കണ്ടെത്തുന്നത്, നമുക്ക് നമ്മളിൽ തന്നെ വിശ്വാസം വരുന്ന സമയത്ത് അതൊക്കെ മാറ്റി നിർത്തപ്പെടേണ്ട ഘടകങ്ങളാവും അല്ലേ? അതല്ലേ നമ്മുടെ ഏബിൻ്റെ കേസിൽ നമ്മളിപ്പോൾ പഠിച്ചത്. ദെൻ ദ തേർഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ റോൾ ഓഫ് ഡെന്നിസ് ഇൻ ബ്രിങ്ങിങ് ഔട്ട് ദ ബെസ്റ്റ് ഇൻ യങ് ഏബ്? ഏബിനെ എങ്ങനെയാണ് ഡെന്നിസ് സ്വാധീനിച്ചിരിക്കുന്നതെന്നാണ് സിമ്പിളായിട്ട് അവിടെ ചോദിച്ചിരിക്കുന്നത്. അത് നമുക്ക് എങ്ങനെയാണ് പറയാൻ പറ്റുക? ഡെന്നിസ് ഏബിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു. അപ്പോൾ നമ്മുടെ ഡെന്നിസിൻ്റെ ക്വാളിറ്റി എന്താണെന്ന് വെച്ചാൽ അവർ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പിൽ അത്രയേറെ വിശ്വസിച്ചിരുന്ന ഒരാളായിരുന്നു നമ്മുടെ ഡെന്നിസ്. നേരെ മറിച്ച് എബ്രഹാം ലിങ്കന്റെ കേസ് എടുക്കുകയാണെങ്കിൽ കുട്ടിക്കാലം മുതൽക്കേ എന്തും ചെയ്യാൻ പറ്റും എന്നുള്ള സെൽഫ് കോൺഫിഡൻസ് അദ്ദേഹത്തിനുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഏബിനേക്കാളും ഏബിൻ്റെ കഴിവുകളെ അറിയുന്നത് ഡെന്നിസിനാണ്. അപ്പോൾ അത്രത്തോളം നല്ല ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കണം അവർ തമ്മിൽ ഉണ്ടാവുന്നത്. അങ്ങനെ ഒരു കാഴ്ചപ്പാടുള്ളത് കൊണ്ടാണ് പെട്ടെന്ന് ആ ഒരു പൊളിറ്റിക്കൽ സ്പീച്ചിൻ്റെ ഇടയിലേക്ക് പോയി ഡെന്നിസ് എന്താ പറയുന്നത്, ഏബിന് ഇതിനേക്കാൾ നല്ലൊരു സ്പീച്ച് പ്രസൻറ്റ് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നില്ലേ? അപ്പോൾ ഏബ് പോലും ശരിക്കും ഞെട്ടേണ്ടതാണ്. ഏബ് അങ്ങനെ ഞെട്ടാത്തതിന് കാരണം ഏബിന് നന്നായിട്ട് അറിയാം എൻ്റെ കഴിവുകളെ എന്നേക്കാൾ അറിയുന്നത് ഡെന്നിസിനാണ്. അപ്പോൾ ഡെന്നിസ് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ കൊണ്ടത് ചെയ്യാൻ പറ്റും. ആ ഒരു കോൺഫിഡൻസ് ആണ് ആ ഒരു സിറ്റുവേഷനിൽ അവന് ആ ഒരു ഫിയർ ഓവർകം ചെയ്യാൻ പറ്റിയത്. ദെൻ അതൊക്കെ വെച്ചിട്ട് ചെറിയൊരു സിമ്പിൾ പാരഗ്രാഫ് നിങ്ങൾ എഴുതിയാൽ മതി. നൗ ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഡു യു തിങ്ക് ദാറ്റ് എവറിബഡി ഹാസ് സം പൊട്ടൻഷ്യൽ ഇൻ ദം? സം പീപ്പിൾ ടേക്ക് ദ initiative while others do not dare to showcase their talent. What do you think are the reason for this? Write down your views. ഇവിടെ ഉദ്ദേശിക്കുന്നത് ചില സമയങ്ങളിൽ നമ്മുടെ ടാലൻറ്റ് നമുക്ക് മറ്റുള്ളവരുടെ മുന്നിൽ കാണിക്കാൻ പറ്റാത്തതിനുള്ള റീസൺ എന്തൊക്കെയാണെന്നാണ്. രണ്ട് കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. ലാക്ക് ഓഫ് ഓപ്പർച്യൂണിറ്റി, അതായത് അങ്ങനെ ഒരു ചാൻസ് നമുക്ക് കിട്ടാത്തത് കൊണ്ടാണ് ലാക്ക് ഓഫ് ഓപ്പർച്യൂണിറ്റി. സെക്കൻഡ് വൺ, ലാക്ക് ഓഫ് കോൺഫിഡൻസ്. അങ്ങനെ ഒരു സിറ്റുവേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അത്രയും നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യാനുള്ള കോൺഫിഡൻസ് ഇല്ലാത്തത് കൊണ്ടായിരിക്കും, ലാക്ക് ഓഫ് കോൺഫിഡൻസ്. ഈ രണ്ട് പോയിന്റ് കൂടാതെ നമുക്ക് മറ്റെന്തൊക്കെ കാര്യങ്ങൾ പറയാൻ പറ്റും? ഒന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, ഏബിന് ഡെന്നിസിൻ്റെ സപ്പോർട്ട് ഉണ്ടായതുകൊണ്ടാണ് അങ്ങനെ ഒരു സിറ്റുവേഷനിൽ വിൻ ചെയ്യാൻ പറ്റിയത്. നമുക്ക് അല്ലെങ്കിൽ നമ്മളെ എൻകറേജ് ചെയ്യാൻ ഒരാളില്ലാത്തതായിരിക്കാം ചിലപ്പോൾ നമ്മളുടെ ടാലൻറ്റ് ഷോക്കേസ് ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റാത്തതിന് ഒരു കാരണം. ലാക്ക് ഓഫ് എൻകറേജ്മെൻറ്റ് എന്ന് പറയാം. അപ്പോൾ തേർഡ് പോയിന്റ് ലാക്ക് ഓഫ് എൻകറേജ്മെൻറ്റ് എന്ന് എഴുതുക. ദെൻ ചില സമയങ്ങളിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നമുക്ക് ട്രെയിനിങ് കിട്ടേണ്ടി വരും. അങ്ങനെ ഒരു ട്രെയിനിങ് കിട്ടാത്തതും വേണമെങ്കിൽ കാരണമായിട്ട് പറയാം, ലാക്ക് ഓഫ് പ്രോപ്പർ ട്രെയിനിങ്. ഇനി ചിലവരിൽ പൊതുവെ അവർ ഷൈ ആയിരിക്കും എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അവർ പൊതുവേ ഇങ്ങനെ പാവമാണ്, അങ്ങനെ ഒന്നിലും കയറി ഇടപെട്ട് ശീലമില്ലാത്ത ആളാണ്. അങ്ങനെയുള്ളവർക്ക് ഒരിക്കലും അവർ വിചാരിച്ചതുപോലെ പെട്ടെന്നൊരു ദിവസം അവരുടെ ടാലൻ്റൊക്കെ മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഷൈനെസ് ഒരു റീസൺ ആയിട്ട് വരാം. ദെൻ സർക്കംസ്റ്റൻസസ്, ഫിയർ ഓഫ് ഫെയിലിയർ, നമ്മൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ തെറ്റുമോ എന്നുള്ള പേടി, അതുണ്ടായവർക്കും നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റണമെന്നില്ല, ഫിയർ ഓഫ് ഫെയിലിയർ. അല്ലെങ്കിൽ ചിലവർ പൊതുവെ എപ്പോഴും അവരുടെ കാര്യങ്ങളിൽ അല്ലെങ്കിൽ അവരുടെ കഴിവുകളിൽ നെഗറ്റീവ് അടിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ടാവും. അങ്ങനെയുള്ളവരെ നമ്മൾ എന്താ പറയുക, ഇൻഫീരിയോറിറ്റി കോംപ്ലെക്സ് ഉള്ളവരെന്ന് പറയും. അപ്പോൾ ഈ ഇൻഫീരിയോറിറ്റി കോംപ്ലെക്സ്, ഫിയർ ഓഫ് ഫെയിലിയർ, സർക്കംസ്റ്റൻസസ്, ഷൈനെസ്, ലാക്ക് ഓഫ് പ്രോപ്പർ ട്രെയിനിങ്, ലാക്ക് ഓഫ് എൻകറേജ്മെൻറ്റ്, ലാക്ക് ഓഫ് കോൺഫിഡൻസ്, ലാക്ക് ഓഫ് ഓപ്പർച്യൂണിറ്റി ഒക്കെ ആയിരിക്കാം ചില സമയങ്ങളിൽ നമ്മളുടെ ടാലൻറ്റ് മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കാൻ പറ്റാത്തതിന് റീസൺ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുക. അപ്പോൾ ഇതൊക്കെ നമുക്ക് പോയിന്റ് ആയിട്ട് ഓർത്ത് വെച്ചാൽ എക്സാമിനൊക്കെ ചോദിക്കുമ്പോൾ അതിനകത്ത് ഈ പോയിന്റ്സ് ഒക്കെ ഇൻവോൾവ് ചെയ്തിട്ട് എഴുതാൻ ശ്രമിക്കണം. സ്വന്തമായി ഈ ക്വസ്റ്റ്യൻസിൻ്റെ ഒന്നും ആൻസേഴ്സ് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നില്ല എന്നാണെങ്കിൽ ഞാൻ ഗ്രൂപ്പിലേക്ക് ഇതിൻ്റെ ആൻസേഴ്സ് സെൻഡ് ചെയ്ത് തരാം. അത് നോക്കിയിട്ട് നോട്ടിൽ എഴുതിയാൽ മതി. ഓക്കെ, വെറുതെ എഴുതിയിട്ട് തെറ്റിക്കണം എന്നില്ല. എന്നാലും നിങ്ങളുടേതായിട്ട് ഒരു ചെറിയ ട്രയൽ നമ്മൾ ചെയ്ത് നോക്കുക. തെറ്റുന്നെങ്കിൽ തെറ്റിക്കോട്ടെ. നമ്മളിവിടെ എന്താ പഠിച്ചത്, നമ്മൾ ചെയ്യുന്നത് ശരിയായിരിക്കും എന്നുള്ള കോൺഫിഡൻസോടുകൂടി ക്വസ്റ്റ്യൻസിൻ്റെയൊക്കെ ആൻസർ എഴുതാം. എന്നിട്ട് എനിക്ക് സെൻഡ് ചെയ്ത് തരാം. ഓക്കെ, ബാക്കി ഗൈഡൻസ്, ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഞാൻ ഗ്രൂപ്പിൽ ഓഡിയോ മെസ്സേജ് ആയിട്ട് സെൻഡ് ചെയ്യാം. തൽക്കാലം നിങ്ങളിപ്പോൾ ഈ ഒരു പോർഷൻ കേൾക്കുക. മനസ്സിലായില്ലെങ്കിൽ ഒന്നും കൂടി കേട്ട് നോക്കുക. എന്നിട്ട് മനസ്സിലായില്ലെങ്കിൽ എൻ്റെ കോൺടാക്ട് നമ്പർ ഞാൻ അയച്ചു തരാം, എന്നെ വിളിച്ചിട്ട് ചോദിക്കാം. അപ്പോൾ നമ്മുടെ എബ്രഹാം ലിങ്കൻ്റെ അനക്ഡോട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു.
ഗ്ലിംസസ് ഓഫ് ഗ്രേറ്റ്നസ് എന്ന ഫസ്റ്റ് യൂണിറ്റിൻ്റെ ഇൻട്രൊഡക്ടറി പോർഷനിൽ ഈ ഒരു അനക്ഡോട്ട് ഉൾപ്പെടുത്താനുള്ള കാരണം എന്താണെന്ന് ചെറിയൊരു ഐഡിയ നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. ബിക്കോസ് ദ ഹോൾ യൂണിറ്റ് ഡീൽ വിത്ത് വാട്ട്, ഈ യൂണിറ്റിൽ നമ്മൾ എന്താ പഠിക്കുന്നത്? എ കൈൻഡ് ഓഫ് മോട്ടിവേഷണൽ സെഷനാണ് ഈ യൂണിറ്റ്. ഒരുപാട് ഗ്രേറ്റ് പേഴ്സണാലിറ്റീസിൻ്റെ ലൈഫിലൂടെ ഗ്രേറ്റ്നെസ്സിലേക്ക് എത്തിച്ചേരാനുള്ള ക്വാളിറ്റീസ് നമ്മൾ ബിൽഡപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു യൂണിറ്റ് ആണ് നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ്. അതിൽ ഇൻട്രൊഡക്ടറി പാർട്സിൽ വരുന്ന അനക്ഡോട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഈ ഭാഗത്ത് നമുക്ക് നോട്ടൊന്നും ആവശ്യമായിട്ടില്ല, എങ്കിൽ പോലും ചെറിയൊരു സെഷൻ ആണെങ്കിലും ഇതിനെ അനലൈസ് ചെയ്തിട്ട് ഒരു നോട്ട് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ട് നിങ്ങൾക്ക് തരാം. എബ്രഹാം ലിങ്കന്റെ ലൈഫിനെ കുറിച്ചും അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റീസിനെ കുറിച്ചും നമ്മുടെ ഈ അനക്ഡോട്ടിൽ പ്രതിപാദിച്ചിരിക്കുന്ന ആ ലൈഫ് എക്സ്പീരിയൻസിനെയൊക്കെ കുറിച്ച് ചെറിയൊരു പാരഗ്രാഫിൽ വരുന്ന നോട്ട് ഞാൻ നിങ്ങൾക്ക് സെൻഡ് ചെയ്തു തരും. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നെക്സ്റ്റ് ചാപ്റ്ററുമായിട്ട് കാണാം.